ഭഗവത്ഗീത ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിലേക്ക് അർജുനൻ്റെ രഥത്തെ കൊണ്ടുപോകുമ്പോൾ ആ രഥത്തിൽ എത്ര കുതിരകളാണുള്ളത്? വളരെ നല്ലൊരു ചോദ്യം, ക്വിസിന് ചോദിക്കാവുന്ന ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? നമ്മളിൽ ആരും തന്നെ എത്ര കുതിരയാണുള്ളതെന്ന് കണ്ടിട്ടില്ല. വിവരിച്ചിരിക്കുന്നവർ 5 എന്ന് വിവരിച്ചിട്ടുണ്ടാവും, 4 എന്ന് വിവരിച്ചിട്ടുണ്ടാവും. ശിവകാശിയിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന കലണ്ടറിലോ ചിത്രത്തിലോ ചിലപ്പോൾ 4, ചിലപ്പോൾ 5 കുതിര ഉണ്ടാവാം. അപ്പോൾ കുതിരയുടെ എണ്ണത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അത് കേൾക്കുന്നവന് ഒരു തോന്നലും ഉണ്ടാവാം. ആ കുതിരയുടെ എണ്ണം പോലും കൃത്യമായിട്ട് എഴുതാതെ ഒരു ഭഗവത്ഗീത അതെങ്ങനെ എത്ര ആധികാരികമായിട്ട് സ്വീകരിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക? നമ്മുടെ പൂർവികർക്ക് വളരെ വളരെ വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കുതിരയുടെ എണ്ണമല്ല ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ആ രഥത്തിൻ്റെ മുമ്പിലുള്ള ഭാഗത്തിൻ്റെ കുതിരകൾ ബന്ധിക്കുന്ന കയറിൻ്റെ, അർജുനനിരിക്കുന്ന കസേരയുടെ, ആ രഥത്തിൻ്റെ നീളത്തിൻ്റെ, വീതിയുടെ, ഉയരത്തിൻ്റെ അളവുകളൊന്നും എണ്ണങ്ങളൊന്നുമല്ല പ്രാധാന്യം. അതിനല്ല പ്രാധാന്യത കൽപ്പിക്കേണ്ടത്. പ്രധാനം അതൊന്നുമല്ല. ആ 700 ശ്ലോകങ്ങളിൽ ഒരു 10 ശ്ലോകമെങ്കിലും, അല്ലെങ്കിൽ 700 ശ്ലോകങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒരു 10 നിർദ്ദേശമെങ്കിലും നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി ത്യാഗത്തോടുകൂടി ബന്ധനമില്ലാതെ സ്വയം വളരാനും ഉയരാനും സ്വകർമ്മം ധർമ്മമായും സ്വന്തം ധർമ്മം കർമ്മമായിട്ടും അനുഷ്ഠിക്കാൻ പഠിപ്പിക്കുന്ന ക്ഷേത്രേ ക്ഷേത്രേ കുരു ധർമ്മം എന്ന ഭഗവത്ഗീതയുടെ ആദ്യത്തെ വരി റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ 4 വാക്കുകൾ. ആ 4 വാക്കുകൾ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ക്ഷേത്രേ ക്ഷേത്രേ കുരുധർമ്മം. അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ അവനവൻ്റെ ധർമ്മം അനുഷ്ഠിക്കുക. ആ ഒരു ഉജ്ജ്വലമായ സന്ദേശം ഭഗവത്ഗീതയിൽ നിന്ന് പഠിച്ചാൽ ആ ഭഗവത്ഗീതയിലെ ആ ഉപദേശ വേളയിൽ ശ്രീകൃഷ്ണൻ കുതിരകളെ നയിക്കുമ്പോൾ കുതിരകളുടെ കയറ്, ചരട് ഇടത്തെ കൈ കൊണ്ടാണോ പിടിച്ചത്, വലത്തെ കൈ കൊണ്ടാണോ പിടിച്ചത്, അല്ലെങ്കിൽ കൃഷ്ണൻ ഇരിക്കുകയായിരുന്നോ നിൽക്കുകയായിരുന്നോ, അർജുനൻ ഇരിക്കുകയായിരുന്നോ നിൽക്കുകയായിരുന്നോ, രഥചക്രത്തിൻ്റെ ഡയമീറ്റർ, നീളം, വീതി, ഉയരം, അല്ലെങ്കിൽ കുതിരകളുടെ എണ്ണം, കുതിരകളുടെ ശക്തി, അല്ലെങ്കിൽ കുതിരകൾ ആൺകുതിരകളാണോ പെൺകുതിരകളാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഭഗവത്ഗീത പഠിക്കുന്ന വ്യക്തിക്ക്, ചരിത്രത്തിലൂടെ ഭഗവത്ഗീത അന്വേഷിക്കുന്ന വ്യക്തിക്ക് അതൊരു പക്ഷേ പ്രയോജനം ഉണ്ടാവാം. ജീവിതത്തിൽ ഭഗവത്ഗീത പ്രായോഗിക രീതിയിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അതൊന്നുമല്ല ഇമ്പോർട്ടൻ്റ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനന് കൊടുത്ത നിർദ്ദേശം BC 3140 കൊടുത്ത ഉപദേശം 5159 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഉപദേശം ഇന്നും അത് പ്രയോഗിച്ച് അതിലെ കുറച്ച് ഭാഗങ്ങളെങ്കിലും എടുത്ത് യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആയിട്ട് ജീവിക്കാൻ പറ്റുമോ നോക്കാം. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആയിട്ട് ജീവിക്കാൻ പറ്റുമോ നോക്കാം.